സിദ്ധാർത്ഥ് പോയതോടെ ആ വീടുകൾ വീണ്ടും പഴയതുപോലെ സജീവമായി. നന്ദയുടെയും നേനയുടെയും ലോകം കോളേജിനും വീടിനും ഇടയിലായി ചുരുങ്ങിയെങ്കിലും നന്ദയുടെ ചിന്തകൾ എപ്പോഴും ഗൗതമിനു ചുറ്റുമായിരുന്നു. ഗൗതമിന് അവളോടുള്ളത് വെറും സൗഹൃദവും കരുതലും മാത്രമാണ് എന്ന് ഓരോ നിമിഷവും അവൾക്ക് ബോധ്യപ്പെടുന്നുണ്ടായിരുന്നു. അത് അവളെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരു ഞായറാഴ്ച രാവിലെ നന്ദയുടെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. നന്ദയുടെ അച്ഛൻ മാധവനും നേനയുടെ അച്ഛൻ ശേഖരനും ചേർന്ന് പഴയ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ശ്രീദേവിയും വത്സലയും അടുക്കളയിൽ വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലും. അർജുനും ഗൗതമും വരാന്തയിൽ ഇരുന്ന് എന്തോ ഗൗരവകരമായ പ്ലാൻ നോക്കുകയാണ്. നന്ദ, നീ കുറച്ചു ചായ എടുത്ത് വരാന്തയിലേക്ക് കൊടുക്ക്, അമ്മ വിളിച്ചു പറഞ്ഞു. നന്ദ ട്രെയുമായി വരാന്തയിലേക്ക് നടന്നു. ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് ഷോർട്സും ധരിച്ച് ഗൗതം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മുടി അല്പം പാരി നെറ്റിയിലേക്ക് വീണിട്ടുണ്ട്. ദാ ചായ, നന്ദ പതുക്കെ പറഞ്ഞു. ഗൗതം തിരിഞ്ഞു നോക്കി അവൾക്ക് ഒരു മനോഹരമായ ചിരി നൽകി. താങ്ക്സ് നന്ദൂട്ടി. നീ കറക്റ്റ് സമയത്താ വന്നത്. ഈ പ്ലാൻ നോക്കി എന്റെ തല പുകഞ്ഞിരിക്കുകയായിരുന്നു. അവൻ ചായ ഗ്ലാസ് എടുത്തു. അവൾ അവിടെ തന്നെ ഒന്നു നിന്നു. അവനോട് എന്തെങ്കിലും സംസാരിക്കണം എന്ന് അവൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഗൗതമേട്ടാ, ആ പുതിയ വില്ലയുടെ പണി തീരാറായോ? അവൾ പതുക്കെ ചോദിച്ചു. തീരാറായി നന്ദ. അടുത്ത മാസം പെയിന്റിംഗ് തുടങ്ങണം. നീ ഒരു ദിവസം വരണം കേട്ടോ, നിനക്ക് കളർ സെലക്ഷനിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. നീയും നേനയും കൂടി വന്നാൽ മതി. ഗൗതം ഇത് പറഞ്ഞപ്പോൾ നന്ദയുടെ ഉള്ളിൽ ഒരു ചെറിയ വെളിച്ചം തെളിഞ്ഞു. തന്നെ ഒരു കാര്യത്തിന് അവൻ കൂട്ടുവിളിച്ചല്ലോ. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവൻ അർജുൻ ഏട്ടനിലേക്ക് തിരിഞ്ഞു. എടാ അർജുൻ, ആ സിറ്റിയിലെ പ്രോജക്റ്റിന് നമുക്ക് ഒരു പുതിയ ആർക്കിടെക്റ്റിനെ നോക്കിയാലോ? ചെന്നൈയിലുള്ള എന്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൾ നല്ല വർക്കാണ് ചെയ്യുന്നത്. അവൾ എന്ന വാക്ക് കേട്ടതും നന്ദയുടെ നെഞ്ചിൽ ഒരു ചെറിയ സൂചി തറച്ചതുപോലെ തോന്നി. ഗൗതമിന് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകാം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അവൾ പതുക്കെ അവിടെ നിന്ന് അകത്തേക്ക് നടന്നു. വൈകുന്നേരം നന്ദയും നേനയും നേനയുടെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. നന്ദ ആകെ അസ്വസ്ഥയായിരുന്നു. നേന, ഗൗതമേട്ടൻ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു. ഏതോ ആർക്കിടെക്റ്റ് ഫ്രണ്ട്. ആ പെൺകുട്ടിയെ ഏട്ടന് ഇഷ്ടമായിരിക്കുമോ? നന്ദ സങ്കടത്തോടെ ചോദിച്ചു. നേന പൊട്ടിച്ചിരിച്ചു. എന്റെ പൊന്നു നന്ദ, ഏട്ടൻ ഒരുപാട് പേരെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. അതൊക്കെ ബിസിനസിന്റെ ഭാഗമല്ലേ. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നേന. ഞാൻ ഏട്ടനെ നോക്കുന്ന പോലും ഏട്ടൻ തിരിച്ചറിയുന്നില്ല. എന്നെ ഇപ്പോഴും ആ പഴയ ചെറിയ കുട്ടിയായിട്ടേ ഏട്ടൻ കാണുന്നുള്ളൂ. എന്റെ പ്രണയം എന്നെങ്കിലും ഏട്ടൻ അറിയുമോ? നന്ദ തന്റെ ബാഗിൽ നിന്ന് ഒരു ചെറിയ ഡയറി എടുത്തു. അതിൽ അവൾ ഗൗതമിനായി എഴുതിയ വരികൾ ഉണ്ടായിരുന്നു. നേന അത് വാങ്ങി വായിച്ചു. നന്ദ, നിന്റെ ഉള്ളിൽ ഇങ്ങനെയൊരു പ്രണയം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് നീ മറ്റൊരാളോടും പറയരുത്. പറഞ്ഞാൽ ഒരുപക്ഷേ നമ്മുടെ ഈ രണ്ടു കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധത്തെ അത് ബാധിച്ചേക്കാം. ഗൗതമേട്ടൻ ഇത് എങ്ങനെ ഉൾക്കൊള്ളും എന്ന് നമുക്കറിയില്ലല്ലോ. എനിക്കറിയാം നേന. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ആരോടും പറയാതെ ഉള്ളിൽ വെക്കുന്നത്. അന്ന് രാത്രി വീട്ടിൽ ഗൗതമും കുടുംബവും കൂടി ഭക്ഷണത്തിന് ഉണ്ടായിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചും തമാശ പറഞ്ഞും ഇരിക്കുകയാണ്. നന്ദ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ഗൗതമിന് ഇഷ്ടമുള്ള ചിക്കൻ കറി അവൾ പ്രത്യേകം കരുതി വെച്ചിരുന്നു. നന്ദൂട്ടി, ഈ ചിക്കൻ കറി ആരാ ഉണ്ടാക്കിയത്? സൂപ്പർ ടേസ്റ്റ്. ഗൗതം ആസ്വദിച്ചു കഴിക്കുന്നതിനിടയിൽ ചോദിച്ചു. അത് നന്ദ ഉണ്ടാക്കിയതാ ഗൗതം. അവൾക്ക് കുക്കിങ്ങിൽ നല്ല താൽപര്യമാ, മീര പറഞ്ഞു. ഗൗതം നന്ദയെ നോക്കി തള്ളവിരൽ ഉയർത്തി കാണിച്ചു. ഗ്രേറ്റ്. നന്ദ ഇനി നല്ലൊരു ബിസിനസ് വുമൺ മാത്രമല്ല, നല്ലൊരു കുക്ക് കൂടിയാണല്ലോ. നന്ദയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾക്ക് വലിയ സന്തോഷം തോന്നി. ഭക്ഷണം കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞപ്പോൾ നന്ദ ടെറസിലേക്ക് പോയി. നിലാവുള്ള രാത്രിയായിരുന്നു. അവൾ അപ്പുറത്തെ വീടിന്റെ ടെറസിലേക്ക് നോക്കി. അവിടെ ഗൗതം ഫോണിൽ ആരോടോ സംസാരിച്ചു നടക്കുന്നുണ്ടായിരുന്നു. അവൻ ചിരിക്കുന്നുണ്ട്, തമാശകൾ പറയുന്നുണ്ട്. ആരായിരിക്കും ആ ഫോണിന്റെ അപ്പുറത്ത്? ആ പെൺകുട്ടിയായിരിക്കുമോ? നന്ദയുടെ മനസ്സിൽ അസൂയയും സങ്കടവും കലർന്ന ഒരു വികാരം തോന്നി. പക്ഷേ അവൾ സ്വയം സമാധാനിപ്പിച്ചു. ഗൗതമിനെ കാണാൻ കഴിയുന്നതും അവന്റെ ചിരി കേൾക്കാൻ കഴിയുന്നതും തന്നെ വലിയൊരു ഭാഗ്യമാണ്. അവനെ ദൂരെ നിന്ന് നോക്കി നിൽക്കുന്നതിൽ പോലും അവൾ ഒരു പ്രത്യേക സുഖം കണ്ടെത്തി. അന്ന് രാത്രി അവൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ളിൽ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗൗതമേട്ടന്റെ ജീവിതത്തിൽ എപ്പോഴും ആ ചിരിയുണ്ടാകണം, അത് കാണാൻ താൻ കൂടെയുണ്ടാകണം, ഒരു നിഴലായെങ്കിലും. അടുത്ത കുറച്ചു ദിവസങ്ങൾ നന്ദയ്ക്ക് വളരെ തിരക്കുള്ളതായിരുന്നു. കോളേജിലെ അവസാന വർഷ പരീക്ഷകൾ അടുത്തെത്തിയിരിക്കുന്നു. ഗൗതം പറഞ്ഞ പെയിന്റിംഗ് സെലക്ഷനായി നേനയുടെ കൂടെ സൈറ്റിലേക്ക് പോകാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇതിനിടയിൽ ഗൗതം ഇടയ്ക്കിടെ അവളുടെ വീട്ടിൽ വരുമെങ്കിലും നന്ദ പഠനത്തിരക്കിലായതുകൊണ്ട് അവനോട് അധികം സംസാരിക്കാൻ അവൾക്ക് സാധിച്ചില്ല. ഒരു വൈകുന്നേരം നന്ദ ഹാളിൽ ഇരുന്നു പഠിക്കുമ്പോൾ ഗൗതം അവിടേക്ക് കയറി വന്നു. അവന്റെ കയ്യിൽ ചില ഫയലുകൾ ഉണ്ടായിരുന്നു. നന്ദൂട്ടി, പരീക്ഷയൊക്കെ എങ്ങനെയുണ്ട്? നീ ആകെ മെലിഞ്ഞുപോയല്ലോ, ഗൗതം അവളുടെ അരികിൽ വന്നിരുന്നു ചോദിച്ചു.
നന്ദ പുസ്തകത്തിൽ നിന്ന് കണ്ണെടുത്ത് അവനെ നോക്കി. ആ നോട്ടത്തിൽ 1000 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പഠിക്കാനുണ്ട് ഏട്ടാ. കുറച്ചു പാടാണ് ഈ സെമസ്റ്റർ. നീ പേടിക്കണ്ട, നന്നായി പഠിക്ക്. MBA കഴിഞ്ഞ് നിനക്ക് അങ്കിളിന്റെ ബിസിനസ് ഏറ്റെടുക്കേണ്ടതല്ലേ. നിന്റെ കോൺഫിഡൻസ് ആണ് നിന്റെ കരുത്ത്. ഗൗതം അവളെ പ്രോത്സാഹിപ്പിച്ചു. അവൻ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ചോക്ലേറ്റ് എടുത്ത് അവളുടെ പുസ്തകത്തിന് മുകളിൽ വെച്ചു. ഇത് നിനക്കുള്ള എനർജി ബൂസ്റ്റർ. നന്നായി പഠിക്ക്. അവൻ ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയപ്പോൾ നന്ദ ആ ചോക്ലേറ്റ് കയ്യിലെടുത്തു. ആ നിമിഷം അവളുടെ ലോകം ആ ചോക്ലേറ്റിലും അവന്റെ ചിരിയിലും ഒതുങ്ങി. ഗൗതമിന് അത് വെറും ഒരു സ്നേഹപ്രകടനം മാത്രമാണെങ്കിലും നന്ദയ്ക്ക് അത് വലിയൊരു അംഗീകാരമായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം പരീക്ഷകൾ അവസാനിച്ചു. സിദ്ധാർത്ഥ് വീണ്ടും നാട്ടിലെത്തുന്നു എന്ന വാർത്ത നയനയാണ് നന്ദയെ അറിയിച്ചത്. നയനയുടെ വീട്ടിൽ ചായ കുടിക്കാൻ ഇരിക്കുമ്പോഴാണ് നന്ദ ആ വാർത്ത അറിയുന്നത്. സിദ്ധാർത്ഥിന് നന്ദയുടെ അച്ഛൻ മാധവന്റെ ബിസിനസ്സിൽ ചില ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ ഉണ്ടെന്ന്. സിദ്ധു ഏട്ടൻ വന്നാൽ പിന്നെ ആകെ ബഹളമായിരിക്കും നന്ദ. ഏട്ടൻ പറയുന്നത് കേട്ട് അച്ഛനും അമ്മയും വരെ അനുസരിക്കും, നയന പരിഭവിച്ചു. അന്ന് രാത്രി നന്ദയുടെ വീട്ടിൽ വെച്ച് ഗൗതമും സിദ്ധാർത്ഥും തമ്മിൽ ഒരു ചെറിയ തർക്കം ഉണ്ടായി. വിഷയം ബിസിനസ് തന്നെയായിരുന്നു. ഗൗതം, നീ ചെയ്യുന്ന ഈ പ്രോജക്റ്റ് വലിയ റിസ്ക് ആണ്. മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആണ്. നീ എന്തിനാ ഇത്രയും പണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? സിദ്ധാർത്ഥിന്റെ ചോദ്യം ഗൗതമിനെ ചൊടിപ്പിച്ചു. സിദ്ധു, എനിക്ക് എന്റെ വർക്കിൽ വിശ്വാസമുണ്ട്. എല്ലാത്തിനും കണക്കുകൂട്ടലുകൾ മാത്രം പോരാ, കുറച്ചു കഠിനാധ്വാനം കൂടി വേണം. ഗൗതം അല്പം ഗൗരവത്തിൽ തന്നെ മറുപടി നൽകി. ഹാളിന്റെ മറവിൽ നിന്ന് നന്ദ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ഗൗതമിനെ അവൻ കുറ്റപ്പെടുത്തുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. പരീക്ഷ കഴിഞ്ഞ ഒഴിവുസമയത്ത് നന്ദ തന്റെ ഡയറിയിൽ ഗൗതമിനായി ഒരു കത്തെഴുതി. ആരും അറിയാത്ത, ആരോടും പറയാത്ത തന്റെ ഉള്ളിലെ പ്രണയം വരികളിലൂടെ അവൾ പകർത്തി. ആ കത്ത് ഗൗതമിന് നൽകണമെന്ന് അവൾ ഉറപ്പിച്ചു. ഒരു വൈകുന്നേരം ഗൗതം തന്റെ വണ്ടി കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ നന്ദ പതുക്കെ അങ്ങോട്ട് ചെന്നു. അവളുടെ കൈയിൽ ആ കത്ത് ഉണ്ടായിരുന്നു. അവളുടെ ഹൃദയം പടപടാ മിടിക്കുന്നുണ്ടായിരുന്നു. ഗൗതമേട്ടാ, അവൾ പതുക്കെ വിളിച്ചു. ഗൗതം വണ്ടി കഴുകുന്നത് നിർത്തി അവളുടെ അടുത്തേക്ക് വന്നു. എന്താ നന്ദ, എന്തുപറ്റി? മുഖം ആകെ വാടിയിരിക്കുന്നല്ലോ. അത് ഏട്ടാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, നന്ദ വിക്കി പറഞ്ഞു. അവൾ തന്റെ കൈയിലിരുന്ന കത്ത് നീട്ടാൻ ആഞ്ഞപ്പോഴാണ് അവിടേക്ക് സിദ്ധാർത്ഥിന്റെ ലാൻഡ് റോവർ വന്നു നിന്നത്. സിദ്ധാർത്ഥ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ അവരുടെ അടുത്തേക്ക് വന്നു. അവന്റെ ആ തീക്ഷ്ണമായ നോട്ടം കണ്ടപ്പോൾ നന്ദ ആ കത്ത് പെട്ടെന്ന് തന്റെ പിന്നിൽ ഒളിപ്പിച്ചു. ഗൗതം, ആ ഫയൽ എവിടെ? എനിക്ക് അത് ഇപ്പോൾ തന്നെ ഒന്ന് നോക്കണം, സിദ്ധാർത്ഥ് ഗൗരവത്തിൽ പറഞ്ഞു. ഗൗതം നന്ദയുടെ നേർക്ക് തിരിഞ്ഞു. എന്താ നന്ദ നീ പറയാൻ വന്നത്? സിദ്ധാർത്ഥിന്റെ മുന്നിൽ വെച്ച് ഒന്നും പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒന്നുമില്ല ഏട്ടാ. പിന്നെ പറയാം. അവൾ വേഗം അവിടെ നിന്ന് തിരിഞ്ഞോടി. പരീക്ഷകൾ കഴിഞ്ഞതോടെ നന്ദ കൂടുതൽ സമയവും നയനയുടെ വീട്ടിലായിരുന്നു. ഗൗതമിനെ കാണാനുള്ള ഓരോ അവസരവും അവൾ മുതലെടുത്തു. ഒരു വൈകുന്നേരം നന്ദയും നയനയും കൂടി വരാന്തയിൽ ഇരിക്കുമ്പോൾ അപ്പുക്കുട്ടൻ തന്റെ സൈക്കിളുമായി അങ്ങോട്ട് വന്നു. ചിറ്റേ, എനിക്ക് ഗൗതമേട്ടന്റെ വീട്ടിൽ പോണം, എനിക്ക് ചോക്ലേറ്റ് വേണം. അപ്പുക്കുട്ടൻ നന്ദയുടെ സാരിത്തുമ്പിൽ പിടിച്ചു വലിച്ചു. നന്ദയ്ക്ക് അത് ഒരു നല്ല അവസരമായി തോന്നി. അവൾ അപ്പുവിനെയും എടുത്ത് ഗൗതമിന്റെ വീട്ടിലേക്ക് നടന്നു. ഗൗതം അപ്പോൾ തന്റെ ബൈക്ക് തുടയ്ക്കുകയായിരുന്നു. അപ്പുവിനെ കണ്ടതും അവൻ ഓടിവന്ന് അവനെ കൈയിലെടുത്തു. എടാ കള്ളാ, നീ ചോക്ലേറ്റ് തേടി വന്നതാണോ? ഗൗതം അവനെ വായുവിൽ പൊക്കിയെറിഞ്ഞു. അപ്പു ചിരിച്ചുകൊണ്ട് ഗൗതമിന്റെ കവിളിൽ ഉമ്മ വെച്ചു. ആ കാഴ്ച നോക്കി നിന്ന നന്ദയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. നന്ദൂട്ടി, നീ എന്താ അവിടെ നോക്കി നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ, ഗൗതം അവളെ വിളിച്ചു. നന്ദ പതുക്കെ അവന്റെ അടുത്തേക്ക് ചെന്നു. ഏട്ടാ, ഇവൻ നിർബന്ധം പിടിച്ചതുകൊണ്ട് വന്നതാ. സാരമില്ല, നീ വന്നത് നന്നായി. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട് ഒരു പുതിയ കഫേ തുടങ്ങുന്നുണ്ട്. അതിന്റെ ഇന്റീരിയറിൽ കുറച്ച് ലൈറ്റിംഗ് വർക്ക് ചെയ്യണം. നിന്റെ ബിസിനസ് ഐഡിയകൾ അവിടെ ഒന്ന് പേറ്റാൻ നിനക്കും നയനക്കും താൽപ്പര്യമുണ്ടോ? ഗൗതം ഗൗരവത്തോടെ ചോദിച്ചു. നന്ദയുടെ കണ്ണ് തിളങ്ങി. ഗൗതമിനോടൊപ്പം ഒരു വർക്ക് ചെയ്യുക എന്നത് അവളുടെ വലിയൊരു സ്വപ്നമായിരുന്നു. തീർച്ചയായും ഏട്ടാ. എനിക്ക് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കോളേജിൽ കോളേജ് ഡേ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഒരു ഡാൻസ് പ്രോഗ്രാമിൽ നന്ദയും നയനയും പങ്കെടുക്കുന്നുണ്ട്. കേരളീയ വേഷത്തിൽ ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നന്ദ, നമുക്ക് കുറച്ച് നല്ല ആഭരണങ്ങൾ വേണം. എന്റെ കയ്യിൽ പഴയ കുറച്ചുണ്ട്, പക്ഷേ നമുക്ക് പുതിയത് നോക്കാം, നയന ആവേശത്തോടെ പറഞ്ഞു. അന്നേരം അവിടേക്ക് സിദ്ധാർത്ഥ് കയറി വന്നു. പതിവുപോലെ അവന്റെ മുഖത്ത് ആ ഗൗരവം ഉണ്ടായിരുന്നു. എന്താ ഇവിടെ ഇത്ര വലിയ ചർച്ച? സിദ്ധാർത്ഥ് അവരെ നോക്കി ചോദിച്ചു. അത് ഏട്ടാ, കോളേജ് ഡേക്ക് ഡാൻസ് ഉണ്ട്. അതിനുള്ള ഒരുക്കത്തിലാ, നയന പതുക്കെ പറഞ്ഞു.
സിദ്ധാർത്ഥ് നന്ദയെ ഒന്നു നോക്കി. പഠിത്തമൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ഡാൻസ് ആണോ പ്രധാനം? നന്ദ പതറിപ്പോയി. സിദ്ധാർത്ഥിന്റെ ആ ചോദ്യം അവളെ ഒന്നു തളർത്തി. അതുകേട്ടുകൊണ്ടാണ് ഗൗതം അവർക്കിടയിലേക്ക് വന്നത്. പിന്നല്ലാതെ സിദ്ധു, ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? നിങ്ങൾ ധൈര്യമായി ചെയ്തോ? ഗൗതമിന്റെ ആ സപ്പോർട്ട് നന്ദയ്ക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ലായിരുന്നു. അന്ന് രാത്രി കോളേജ് ഡേയുടെ റിഹേഴ്സൽ കഴിഞ്ഞ് നന്ദ തന്റെ വീടിന്റെ ടെറസിൽ ഇരിക്കുകയായിരുന്നു. നിലാവ് പടർന്ന ആ രാത്രിയിൽ അവൾ ഗൗതമിനെക്കുറിച്ച് ഓരോന്ന് ഓർത്തു. പെട്ടെന്ന് അപ്പുറത്തെ ടെറസിൽ ഗൗതമിനെ അവൾ കണ്ടു. അവൻ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഫോൺ വെച്ച ശേഷം അവൻ നന്ദയെ നോക്കി കൈവീശി. എന്താ നന്ദൂട്ടി, ഉറക്കം വരുന്നില്ലേ? ഗൗതം ഉറക്കെ ചോദിച്ചു. ഇല്ല ഏട്ടാ, ഡാൻസിന്റെ സ്റ്റെപ്പുകൾ ഓർത്തു ഇരിക്കുകയായിരുന്നു. നന്നായി വരും, എനിക്ക് ഉറപ്പുണ്ട്. നിനക്ക് ഒരു പ്രത്യേക ഗ്രേസ് ഉണ്ട്, അത് സ്റ്റേജിൽ കാണിച്ചാൽ മതി, ഗൗതം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾ നന്ദയുടെ ഉറക്കം കെടുത്തി. ഗൗതമിന് തന്നിൽ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടോ? കോളേജ് ഡേയുടെ ദിവസം എത്തി. നന്ദയും നയനയും സെറ്റ് സാരിയണിഞ്ഞ് മുല്ലപ്പൂ ചൂടി അതിസുന്ദരിയായിട്ടാണ് കോളേജിലേക്ക് പോയത്. ഗൗതമും അർജുനും സിദ്ധാർത്ഥും കൂടി പരിപാടി കാണാൻ വരാമെന്ന് ഏറ്റിരുന്നു. സ്റ്റേജിൽ നന്ദയുടെ ഡാൻസ് നടക്കുമ്പോൾ അവൾ സദസ്സിൽ ഗൗതമിനെ തിരഞ്ഞു. ഗൗതം അർജുനോട് സംസാരിച്ചുകൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും മുന്നിലെ സീറ്റിലിരുന്ന സിദ്ധാർത്ഥ് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവരെ നോക്കി ഇരിക്കുകയായിരുന്നു. കോളേജ് ഡേയുടെ ആഘോഷങ്ങൾ കഴിഞ്ഞതോടെ നന്ദയുടെയും നയനയുടെയും ശ്രദ്ധ മുഴുവൻ ഫൈനൽ സെമസ്റ്റർ പരീക്ഷകളിലേക്ക് തിരിഞ്ഞു. ലൈബ്രറിയും വീടിന്റെ മുകളിലെ മുറിയും മാത്രമായി അവരുടെ ലോകം ചുരുങ്ങി. സിദ്ധാർത്ഥ് പതിവുപോലെ തന്റെ ജോലിത്തിരക്കുകളുമായി ചെന്നൈയിലേക്ക് മടങ്ങിപ്പോയിരുന്നു. അവൻ അവിടെ ഉണ്ടെന്ന വാർത്ത പോലും ഇടയ്ക്ക് നയനയുടെ ഫോണിലേക്ക് വരുന്ന മെസ്സേജുകളിലൂടെയാണ് നന്ദ അറിയുന്നത്. പരീക്ഷാകാലം വന്നാൽ നന്ദയ്ക്ക് വല്ലാത്തൊരു ടെൻഷനാണ്. രാത്രി വൈകിയിരുന്നിട്ടുള്ള പഠനത്തിനിടയിൽ പലപ്പോഴും അവൾ അറിയാതെ ഉറങ്ങിപ്പോകും. രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ടാകും. നന്ദ ജനൽക്കൽ ഇരുന്നു പഠിക്കുകയായിരുന്നു. പെട്ടെന്ന് താഴെ നിന്ന് ഒരു ചെറിയ ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ മുറ്റത്ത് ഗൗതം നിൽക്കുന്നു. അവൻ ബൈക്കിൽ എവിടെയോ പോയിട്ട് വന്നതാണ്. നന്ദയെ ജനൽക്കൽ കണ്ടപ്പോൾ അവൻ കൈ വീശി കാണിച്ചു. എന്നിട്ട് മൊബൈലിൽ അവൾക്ക് ഒരു മെസ്സേജ് അയച്ചു. ഇപ്പോഴും ഉറങ്ങിയില്ലേ നന്ദൂട്ടി? അധികം സ്ട്രെയിൻ ചെയ്യണ്ട, പോയി ഉറങ്ങാൻ നോക്ക്. നിനക്ക് നല്ല മാർക്ക് കിട്ടും, എനിക്ക് ഉറപ്പുണ്ട്. ആ ഒറ്റ മെസ്സേജ് മതിയായിരുന്നു നന്ദയുടെ ആ രാത്രിയിലെ ക്ഷീണമകറ്റാൻ. അവൾ ആ മെസ്സേജ് വീണ്ടും വീണ്ടും വായിച്ചു നോക്കി. ഗൗതമിന് തന്നോടുള്ളത് വെറും കരുതലായിരിക്കാം, പക്ഷേ നന്ദയ്ക്ക് അത് വലിയൊരു ആശ്വാസമായിരുന്നു. അവസാന പരീക്ഷയും കഴിഞ്ഞ് കോളേജ് ഗേറ്റിനു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നന്ദയ്ക്കും നയനയ്ക്കും വലിയൊരു ആശ്വാസമായിരുന്നു. 3 വർഷത്തെ കോളേജ് ജീവിതം അവിടെ അവസാനിക്കുകയാണ്. നന്ദ, ഇനി എന്താ പരിപാടി? അച്ഛൻ പറയുന്നത് നമ്മൾ ഉടനെ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്നാണ്, നയന ചോദിച്ചു. നമുക്ക് എന്തായാലും ഒരു ഇന്റേൺഷിപ്പ് ചെയ്യണം നയന. അച്ഛന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിന് മുൻപ് പുറത്തുള്ള ഒരു കമ്പനിയിൽ പോയി കാര്യങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും, നന്ദ തന്റെ മനസ്സിലെ പ്ലാൻ പറഞ്ഞു. നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ചെന്നൈയിൽ സിദ്ധുവിന്റെ കമ്പനിയിൽ പോയിക്കൂടെ? അവൻ അവിടെ വലിയൊരു കൺസ്ട്രക്ഷൻ ആൻഡ് മാനേജ്മെന്റ് ഫേം ആണ് നടത്തുന്നത്. കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ സിദ്ധുവിനേക്കാൾ നല്ലൊരു ഗൈഡ് വേറെ ഉണ്ടാവില്ല. അന്നേരം അർജുൻ ഏട്ടനാണ് ആ ഐഡിയ മുന്നോട്ട് വെച്ചത്. ആദ്യം നന്ദയ്ക്ക് അല്പം പേടി തോന്നി. സിദ്ധാർത്ഥിന്റെ ആ ഗൗരവം ഓർക്കുമ്പോൾ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് സംശയമായിരുന്നു. പക്ഷേ ഗൗതമിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവൻ ആവേശത്തിലായി. അത് നല്ല കാര്യമാ. സിദ്ധു വർക്കിന്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്, പക്ഷേ അവൻ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഉപകരിക്കും. ചെന്നൈയിലേക്ക് നിങ്ങൾക്ക് ഒരു മാറ്റവും കിട്ടും. 2 ആഴ്ചയ്ക്ക് ശേഷം നന്ദയും നയനയും ചെന്നൈയിലേക്ക് പോകാൻ തയ്യാറായി. ട്രെയിൻ കയറാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. മാധവൻ അങ്കിളും ശ്രീദേവി അമ്മയും അപ്പുക്കുട്ടനും ഗൗതമും അർജുനും. നന്ദൂട്ടി, രണ്ടാളും അവിടെ ചെന്നിട്ട് അടങ്ങി ഇരിക്കണം കേട്ടോ. സിദ്ധുവിനെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇടയ്ക്കിടെ എന്നെ വിളിക്കണം. അർജുൻ അവളുടെ ബാഗ് ട്രെയിനിനുള്ളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടൻ എന്നെ കാണാൻ അവിടെ വരുമോ? നന്ദ പതുക്കെ ചോദിച്ചു. പിന്നല്ലാതെ. സിദ്ധുവിനെ കാണാൻ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോവാറില്ലേ? അപ്പോൾ ഇനി നിങ്ങളെയും കാണാം. ഗൗതം ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ ഒന്നു തട്ടി. ട്രെയിൻ നീങ്ങിത്തുടങ്ങിയപ്പോൾ നന്ദയുടെ കണ്ണുകൾ ഗൗതമിനെ തന്നെ നോക്കി നിന്നു. വീടും ഗൗതമിന്റെ ചിരിയും വിട്ടുനിൽക്കേണ്ടി വരുന്നതിന്റെ വിഷമം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. എങ്കിലും പുതിയൊരു ലോകത്തേക്കുള്ള യാത്ര അവളിൽ പ്രതീക്ഷകൾ നിറച്ചു. ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ സിദ്ധാർത്ഥിന്റെ ഡ്രൈവർ അവർക്കായി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അവർ നേരെ പോയത് കമ്പനിയുടെ ഗസ്റ്റ് ഹൌസിലേക്കായിരുന്നു. പിറ്റേന്ന് രാവിലെ അവർ സിദ്ധാർത്ഥിന്റെ ഓഫീസിലെത്തി. വലിയൊരു ഗ്ലാസ് ബിൽഡിംഗ്, ഹൈടെക് സൗകര്യങ്ങൾ. നന്ദിയും നയനയും അമ്പരപ്പോടെയാണ് ഉള്ളിലേക്ക് കയറിയത്. റിസപ്ഷനിസ്റ്റ് അവരെ സിദ്ധാർത്ഥിന്റെ ക്യാബിനിലേക്ക് നയിച്ചു.
അകത്തേക്ക് കയറിയപ്പോൾ വലിയൊരു ടേബിളിനു പിന്നിൽ ഫയലുകളിൽ മുഴുകിയിരിക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ടു. കറുത്ത ഗ്ലാസ് ഫ്രെയിമുള്ള കണ്ണടയും ഫോർമൽ സ്യൂട്ടും ധരിച്ച സിദ്ധാർത്ഥ് നാട്ടിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ഗൗരവക്കാരനായി തോന്നി. ഇരുന്നോളൂ. സിദ്ധാർത്ഥ് തല ഉയർത്താതെ തന്നെ പറഞ്ഞു. അവൻ തന്റെ ജോലി പൂർത്തിയാക്കിയ ശേഷം അവരെ നോക്കി. ഇത് നാട്ടിലെ വീടല്ല, ഇതൊരു പ്രൊഫഷണൽ കമ്പനിയാണ്. ഇവിടെ 9 മണി എന്ന് പറഞ്ഞാൽ 9 മണി തന്നെയായിരിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും കുസൃതിയും ഓഫീസിന് പുറത്ത് മതി. കാര്യങ്ങൾ പഠിക്കാനാണെങ്കിൽ ഞാൻ കൂടെയുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ തിരിച്ചു പോകാം. നേന നന്ദയുടെ കൈ അമർത്തിപ്പിടിച്ചു. സിദ്ധാർത്ഥ് ഇപ്പോഴും തന്റെ ലോകത്താണ്. ബിസിനസ്സും പ്രൊഫഷണലിസവും മാത്രമാണ് അവന്റെ ചിന്ത. ഞങ്ങൾ നന്നായി പഠിച്ചോളാം ഏട്ടാ. നന്ദ ധൈര്യം സംഭരിച്ചു പറഞ്ഞു. സിദ്ധാർത്ഥ് അവളെ ഒന്നു നോക്കി. നന്നായി. നാളെ മുതൽ നിങ്ങൾക്ക് ട്രെയിനിംഗ് തുടങ്ങും. ഒരു അസിസ്റ്റന്റ് മാനേജരുടെ കൂടെയായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ചെന്നൈയിലെ ജീവിതം നന്ദയ്ക്ക് തികച്ചും വ്യത്യസ്തമായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിലെ തിരക്കുകൾ, സൈറ്റ് വിസിറ്റുകളും മീറ്റിംഗുകളും. ഇതിനിടയിൽ സിദ്ധാർത്ഥിനെ കാണുന്നത് വളരെ കുറവായിരുന്നു. അവൻ തന്റെ വലിയ പ്രോജക്റ്റുകളുടെ തിരക്കിലായിരുന്നു. പക്ഷേ എല്ലാ വൈകുന്നേരവും സിദ്ധാർത്ഥ് അവരുടെ താമസസ്ഥലത്തേക്ക് വിളിച്ച് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കുമായിരുന്നു. ഒരു ദിവസം ലഞ്ച് ടൈമിൽ നന്ദയും നേനയും കൂടി കമ്പനിയുടെ കഫറ്റീരിയയിൽ ഇരിക്കുകയായിരുന്നു. നന്ദ, നീ ഗൗതമേട്ടനെ വിളിച്ചോ? ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായില്ലേ? നേന ചോദിച്ചു. ഞാൻ വിളിച്ചിരുന്നു. ഏട്ടൻ അവിടെ പുതിയ സൈറ്റിന്റെ തിരക്കിലാ. നമ്മളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നന്ദയുടെ മുഖം ചുവന്നു. അന്നേരം സിദ്ധാർത്ഥ് അവിടെയുള്ള ഒരു ക്ലയന്റിനോട് സംസാരിച്ചു വരുന്നത് അവർ കണ്ടു. ഗൗരവമായി എന്തോ ഡിസ്കസ് ചെയ്യുകയാണ്. എല്ലാവരും ബഹുമാനത്തോടെ അവനെ നോക്കുന്നു. ഗൗതമേട്ടൻ ഒരു കാറ്റാണെങ്കിൽ സിദ്ധാർത്ഥ് ഏട്ടൻ ഒരു കടലിലെ തിരമാല പോലെയാണ്. ശാന്തമെങ്കിലും വളരെ ശക്തൻ. നന്ദയ്ക്ക് അപ്പോൾ തോന്നി. അന്ന് രാത്രി ഗസ്റ്റ് ഹൌസിൽ ഇരിക്കുമ്പോൾ നന്ദയുടെ ഫോണിലേക്ക് ഗൗതമിന്റെ വീഡിയോ കാൾ വന്നു. എന്താ നന്ദൂട്ടി, ചെന്നൈ വിശേഷങ്ങൾ? സിദ്ധു നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നുണ്ടോ? ഗൗതം ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവർ ഒരുപാട് നേരം സംസാരിച്ചു. നാട്ടിലെ വിശേഷങ്ങളും അപ്പുക്കുട്ടന്റെ വികൃതികളും എല്ലാം ഗൗതം പറഞ്ഞു കേൾപ്പിച്ചു. ഗൗതമിനെ സ്ക്രീനിൽ കാണുമ്പോൾ നന്ദയുടെ ഉള്ളിൽ പ്രണയം നിറഞ്ഞു. സംസാരം കഴിഞ്ഞു ഫോൺ വെച്ചപ്പോൾ നന്ദ ജനാലയിലൂടെ ചെന്നൈ നഗരത്തിലെ തിരക്കുകളിലേക്ക് നോക്കി.